ഒരു സിനിമ എന്നത് നമുക്കറിയാം ഏതാണ്ട് ഒരു 2.5 അല്ലെങ്കിൽ 3 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു പ്രമേയം ആയിരിക്കും ഒരു സിനിമ തുടങ്ങി അവസാനിക്കുന്നത്. പക്ഷേ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ, ആ പ്രമേയം ഒരുപക്ഷെ ആ തിയേറ്റർ വിട്ടാൽ പോലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിലനിൽക്കുന്നു ദിവസങ്ങളോളം എന്നതാണ്. അതിനൊക്കെ അപ്പുറത്ത് അല്പസമയം മുമ്പ് മോഹൻലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീനിവാസന് മരണമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രമേയങ്ങൾ, രചനകൾ ഇനിയും മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും. അതാണ് ഇപ്പോൾ സജിത്തും സൂചിപ്പിച്ചത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ കഥകൾ, അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇപ്പോഴും പുതുതലമുറയ്ക്കും ഈ സോഷ്യൽ മീഡിയകളിൽ അടക്കം പലപ്പോഴായി ഉപയോഗിക്കേണ്ടതായി വരുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തെ അമരനാക്കുന്നത് എന്നതിൽ തർക്കമില്ല. 1956 ഏപ്രിൽ 6 കണ്ണൂരിലെ പാട്ടിത്തായിരുന്നു ശ്രീനിവാസൻ്റെ ജനനം എന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം കണ്ണൂർ നമുക്കറിയാം കൃത്യമായ ഒരു രാഷ്ട്രീയ ഭൂമിക കൂടിയാണ്. അവിടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ് ശ്രീനിവാസൻ ജനിച്ചത്. അധ്യാപകനും കടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനുമായിരുന്ന ഉണ്ണി എന്ന ഉച്ചംവെള്ളി ഉണ്ണിയുടെ മകൻ ആയിട്ടാണ് ശ്രീനിവാസൻ ജനിച്ചത്. ഈ പാഠ്യ മേഖലകളിലെ ഗ്രന്ഥശാലകളിൽ, വായനശാലകളിൽ ഒക്കെ പുസ്തകങ്ങൾ വായിച്ചാണ് ശ്രീനിവാസൻ എന്ന ആ പ്രതിഭ വളർന്നു വന്നത് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നു. ഒപ്പം ഓർമ്മിപ്പിച്ചെടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ടീനേജ് കാലഘട്ടത്തിൽ ആയിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഗരീബി ഹഠാവോ എന്ന നാടകം എഴുതി അദ്ദേഹം അവതരിപ്പിച്ച ഒരു സാഹചര്യം പല സുഹൃത്തുക്കളും ഉൾപ്പെടെ ഓർത്തെടുക്കുന്നുണ്ട്. അത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജനിച്ച ശ്രീനിവാസനാണ് വർഷങ്ങൾക്ക് ശേഷം സന്ദേശം എന്ന സിനിമയിലെ വിപ്ലവകരമായ ഒരു രചന എന്ന് തന്നെ നമുക്കതിനെ പറയാം. ഒരു പക്ഷേ ഇവിടെ ഓർത്തെടുക്കേണ്ടത് സജിത്തെ, ഇപ്പോൾ പോലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പോറ്റിയെ കയറ്റിയെ എന്ന ഗാനം ഉൾപ്പെടെ വലിയ വിവാദമാവുകയും അതിന് നിയമ നടപടികളിലേക്ക് പോലുമൊക്കെ ഒരു ഭരണകൂടം പോകുന്ന സാഹചര്യത്തിലാണ് എത്രയോ രാഷ്ട്രീയ ആക്ഷേപഹാസ്യങ്ങൾ, അതിൻ്റെ രചനകൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ ഈ ശ്രീനിവാസൻ്റെ തന്നെ സന്ദേശത്തിലെ പല ഡയലോഗുകളും, പ്രത്യേകിച്ച് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിലെ ചില രംഗങ്ങളാണ്. ഒരുപക്ഷെ മലയാളികൾക്ക് ഇപ്പോഴും പുതിയ കാലഘട്ടത്തിൽ ആവർത്തിച്ച് പറയേണ്ടത്, പുതിയ തലമുറയ്ക്ക് പോലും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും അധികമായി ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സീൻ ആണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു തിരക്കഥ പ്രമേയം ആണിത് എന്നുള്ളതാണ്. അവിടെ എങ്ങനെയാണ് നമ്മൾ തോറ്റുപോയത് എന്ന് പറയുമ്പോൾ പാർട്ടി ആചാര്യൻ്റെ മറുപടിയുണ്ട്. ആർക്കും ബോധ്യപ്പെടാത്ത തരത്തിലുള്ള ഒരു താത്വികമായ അവലോകനം നടത്തുമ്പോൾ അതിലൊരു സഖാവ് എഴുന്നേറ്റ് നിന്നിട്ട് നമ്മൾ എങ്ങനെയാണ് തോറ്റത് എന്ന് ലളിതമായി ചോദിക്കുന്ന ഒരു സാഹചര്യം. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല ശ്രീനിവാസൻ്റെ ഒരു പ്രത്യേകത എന്നത് ആ പ്രമേയത്തിൻ്റെ പ്രത്യേകത തന്നെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രത്യേകത തന്നെയായിരുന്നു. അവിടെ ഒരിക്കൽ പോലും ശ്രീനിവാസൻ നമ്മുടെ സമൂഹത്തിന് പുറത്ത് നിന്നുകൊണ്ടുള്ള ഒരു ചിന്തയിലേക്ക് പോയിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ പുറത്തിറങ്ങി ഒരു സാധാരണക്കാരനായ ആൾ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ജീവിത സാഹചര്യം, അത് ഒരുപക്ഷെ അടുത്തുള്ള നാട്ടിൻപുറത്തെ ഒരു ചായക്കടയായിരിക്കാം, അതല്ലെങ്കിൽ മുടിവെട്ടാൻ പോകുന്ന ബാർബർ ഷോപ്പ് ആയിരിക്കാം, അതല്ല എങ്കിൽ നമ്മൾ മത്സ്യം വാങ്ങാൻ പോകുന്ന ഒരു മാർക്കറ്റ് ആയിരിക്കാം, രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ നടത്തുന്ന സംഭാഷണങ്ങളായിരിക്കാം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങളായി വരിക, പ്രമേയങ്ങളായി വരിക. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പല വിഷയങ്ങളെയും അവതരിപ്പിച്ചത് എന്നതാണ്. പക്ഷേ ആ വിഷയങ്ങളെല്ലാം മൂർച്ചയേറിയവ ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ആക്ഷേപഹാസ്യത്തെ അദ്ദേഹം എപ്പോഴും ഒപ്പം പിടിച്ചുകൊണ്ട് അധികാരവർഗങ്ങളെ കൃത്യമായി ചോദ്യം ചെയ്യുകയും നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയിലുണ്ടാകുന്ന പുഴുക്കുത്തുകളെ അടക്കം അദ്ദേഹം സമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സർക്കാരുമായുള്ള കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമായിരിക്കും ഈ അന്ത്യോപചാര ചടങ്ങുകൾ, അതോടൊപ്പം തന്നെ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാര ചടങ്ങാണോ എന്നതിലൊക്കെ വ്യക്തത കൈവരികയുള്ളൂ. ഇങ്ങനെ അതായത് ഭരണകൂടങ്ങളെ പലപ്പോഴും ചോദ്യം ചെയ്യുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല ശ്രീനിവാസന് എന്നതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം എന്നത് ശ്രീനിവാസൻ്റെ സിനിമകളിൽ പലപ്പോഴായി പ്രമേയങ്ങളായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് എടുത്തു പറയേണ്ടത്, കണ്ണൂരിലെ പാട്ടിത്ത് ജനിച്ച പാർട്ടി ഗ്രാമങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ശ്രീനിവാസന് പാർട്ടിക്കകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, നയവ്യത്യാസങ്ങളൊക്കെ തുറന്നു കാണിക്കാൻ ഒരു മടിയും ഉണ്ടായില്ല. മറുഭാഗത്ത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതടക്കം
അടക്കം അതിൽ പ്രമേയമായി വരുന്നുണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇങ്ങനെ ശ്രീനിവാസന്റെ ഓരോ സിനിമകൾ പരിശോധിച്ചാലും, ശ്രീനിവാസൻ ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രങ്ങൾ വിലയിരുത്തിയാലും അത് ഒരു സുദീർഘമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നവ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പ്രമേയം എന്നത് പലപ്പോഴും നമുക്കറിയാം ശ്രീനിവാസന്റെ പ്രമേയത്തിൽ സിനിമാ മേഖല പോലും പ്രമേയമായി മാറിയിട്ടുണ്ട് എന്നതാണ്. പലപ്പോഴും സിനിമയെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഈ താരകേന്ദ്രീകൃതമാകുന്ന സിനിമാ ലോകത്തോട് അദ്ദേഹത്തിന് വലിയ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. താരങ്ങൾ എന്ന വിശേഷണം പോലും ചേരുന്നതല്ല, താരങ്ങൾ എപ്പോഴും ആകാശത്ത് അല്ലെങ്കിൽ മണ്ണിൽ ചവിട്ടി നടക്കുന്നവരല്ല എന്ന നിലയിലുള്ള ഒരു വിലയിരുത്തലൊക്കെ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. അതിനെപ്പോലും കഥാപാത്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് മോഹൻലാലിനെ പോലെയുള്ള ഒരു നടനെ ആ സിനിമയുടെ ഭാഗമാക്കിക്കൊണ്ട് ഉദയനാണ് താരം എന്ന സിനിമ അദ്ദേഹം ചിത്രീകരിക്കുമ്പോൾ അത് സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ തന്നെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകരോട് പറഞ്ഞത്. ഒരു മടിയുമില്ലാതെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതായത് പല താരങ്ങളും ചെയ്യുന്ന വേഷങ്ങൾ, അവിടെയാണ് നമുക്ക് ശ്രീനിവാസനെ അദ്ദേഹത്തിൻ്റെ സിനിമകളെ ഒന്ന് അടയാളപ്പെടുത്തി പോകേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മലയാള സിനിമയ്ക്ക് ഒരു പരമ്പരാഗത രീതികൾ ഉണ്ടായിരുന്നു. ആ പാരമ്പര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ ആരും തയ്യാറായിരുന്നില്ല. ആ സിനിമകളെല്ലാം തന്നെ ഈ നായക കേന്ദ്രീകൃതമാകുന്ന സിനിമകളാണ്. നായക സങ്കല്പങ്ങളുണ്ട്. അതായത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നായക സങ്കല്പം എന്നത് എപ്പോഴും സമൂഹത്തിൽ നിന്ന് ഒരല്പം കൂടി മുന്നിട്ട് നിൽക്കുന്ന, എല്ലാ കാര്യങ്ങളും പരിഹരിക്കപ്പെടുന്ന അങ്ങനെ ഒരു ഹീറോയിസം എന്നതാണ് സിനിമകളുടെ പ്രമേയം എന്നത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ശ്രീനിവാസന്റെ പ്രമേയങ്ങൾ. ഒരുപക്ഷെ ആ പ്രമേയങ്ങളെയൊക്കെ ഉൾക്കൊള്ളാനോ ആ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിക്കാനോ മലയാള സിനിമയിൽ അദ്ദേഹത്തിന് നായകരെ കിട്ടിയിട്ടുണ്ടാകില്ല എന്ന് വേണം അനുമാനിക്കാൻ. അത് തന്നെയായിരിക്കാം അദ്ദേഹം ഉദയനാണ് താരമെന്ന സിനിമയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് പല സിനിമകളുടെയും പ്രമേയങ്ങൾ നിശ്ചയിക്കുന്നത് നായകനാണ്. നായകൻ എപ്പോഴും ഒരു സൂപ്പർ പരിവേഷത്തിൽ തന്നെ നിൽക്കണം. ഒരു വില്ലൻ ഇടിച്ചു വീഴ്ത്തുന്ന സീൻ പോലും അഭിനയിക്കാൻ ഒരുക്കമല്ല എന്ന നായകൻ്റെ ഒരു സങ്കല്പം. അതല്ല എങ്കിൽ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പരിഹാസ്യ വേഷം അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വേഷം, ദുർബലനായ നായകൻ, ഇതൊന്നും ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയ്ക്ക് നിരക്കുന്ന ഒന്നായിരുന്നില്ല. അവിടെയാണ് ഈ ഉദയനാണ് താരം പോലെയുള്ള സിനിമകളിലൂടെ സിനിമാ മേഖലയിലെ തന്നെ നായകർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നടന്മാരൊക്കെ എങ്ങനെയാണ് ഈ സിനിമയെ നോക്കിക്കാണുന്നത്, അവർ സിനിമയ്ക്ക് പുറത്ത് എങ്ങനെയാണ് വ്യവസായ മേഖലകളിലേക്ക് കടന്നു വരുന്നത്, ഈ പേര് തന്നെ ഒരു ബ്രാൻഡായി മാറുന്ന സാഹചര്യം നമുക്കറിയാമല്ലോ. ഇപ്പോഴും സൂപ്പർ താരങ്ങളൊക്കെ കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങുമ്പോൾ ആ ബ്രാൻഡിനെയാണ് അവർ കൃത്യമായി വിലമതിക്കുന്നത് എന്നത്. ഇതെല്ലാം അദ്ദേഹം ഒരു മടിയും കൂടാതെ എന്ത് വിമർശനങ്ങൾ ഉണ്ടാകും എന്നതൊന്നും ചിന്തിക്കാതെ തുറന്നെഴുതുകയും അത് അഭ്രപാളികളിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നതാണ് ശ്രീനിവാസന്റെ പ്രത്യേകതയായി പറയേണ്ടത്. ഒരുപക്ഷെ മുഖ്യധാരാ സിനിമയിൽ ശ്രീനിവാസന്റെ സിനിമകൾ പരിശോധിക്കുമ്പോൾ അത് വേറിട്ട് നിൽക്കുന്ന സിനിമകൾ ആയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പല കഥാപാത്രങ്ങളും അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നവയും ആയിരുന്നു എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊന്മുട്ടിയിടുന്ന താറാവിനെ പോലെയുള്ള സിനിമകൾ, അതിലെ നായകനായി എത്തിയിട്ടുള്ള തട്ടാൻ്റെ വേഷം, ആ വേഷം തന്നെ എത്ര മനോഹരമായും കൈയടക്കത്തോടും കൂടിയാണ് ശ്രീനിവാസൻ കൈകാര്യം ചെയ്തത് എന്നതാണ്. അതൊരു നാട്ടിൻ പുറത്തെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കുടുംബാംഗമോ നമ്മുടെ അയൽവക്കത്തെ ഒരാളോ ഒക്കെ ആയി ഈ കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തുവാനും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുവാനും ഒക്കെ സാധിച്ചു എന്നതാണ് ശ്രീനിവാസൻ എന്ന നടൻ്റെ പ്രത്യേകത. ഒപ്പം അദ്ദേഹത്തിൻ്റെ രചനകളിലേക്ക്, തിരക്കഥകളിലേക്കൊക്കെ വരികയാണെങ്കിൽ അത് പതിവ് നായക സങ്കല്പത്തിൽ നിന്ന് ഒക്കെ വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രവും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിരവധിയായ പുരസ്കാരങ്ങൾ ശ്രീനിവാസനെ തേടിയെത്തുന്ന സാഹചര്യം അടക്കമുണ്ട്. ഓരോ ചിത്രങ്ങളുടെയും വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുതന്നെയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ ചിന്താവിഷ്ടിയായ ശ്യാമള പോലെയുള്ള സിനിമകൾ, അത് ഒരുപക്ഷെ അതിലും നായക കഥാപാത്രമായി എത്തിയിട്ടുള്ളത് ശ്രീനിവാസൻ തന്നെയാണ്. ശ്രീനിവാസൻ പിന്നീട് ഒരു ഭക്തിമാർഗത്തിലേക്ക് പോകുന്ന മടിയനായ ഒരു ഗൃഹസ്ഥനെയാണ് അതിലൂടെ കാണിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ അന്ന് നമുക്ക് ചുറ്റും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് വസ്തുത. അവരെ തുറന്നു കാട്ടുന്ന ഒരു സിനിമയായി അത് മാറുന്നു. എങ്ങനെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആളുകൾക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കും, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കും എന്നതാണ് ആ കഥാപാത്രത്തിലൂടെ കൃത്യമായി വരച്ചു വെച്ചത്. ഒപ്പം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിലെ സ്ത്രീകൾ നേരിട്ടിരുന്ന, അതായത് ഇടത്തരം സാധാരണ കുടുംബങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന മാനസിക സംഘർഷം, ഒരുപക്ഷെ ഇന്ന് പുതിയ കാലഘട്ടത്തിൽ അതൊക്കെ ഉൾക്കൊള്ളാൻ മലയാളി തയ്യാറാകുന്നുണ്ടോ? ഓരോ കുടുംബത്തിലും സ്ത്രീകൾ നേരിട്ടിരുന്ന പ്രതിസന്ധികൾ
എന്ത് എന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ മലയാളികൾ ചിന്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ്, ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അവർക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, അവർ ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണായി എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്, എന്നാൽ അവർക്ക് കുടുംബത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ ഒരു തരത്തിലുമുള്ള അംഗീകാരവും ലഭിക്കാതെ പോകുന്നത്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ